വേദപുസ്തക പ്രവചനങ്ങളെ മാറ്റിവെച്ച ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതൊരു സെക്കുലർ ഹിസ്റ്ററിയാണ്. അത് ശരി, ഒരു സാധാരണ ചരിത്രമാണ്. എന്നാൽ ബൈബിൾ പ്രവചനങ്ങൾ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം എന്തോ ഒരു ആത്യന്തിക ഉദ്ദേശത്തോടുകൂടി ചരിത്രത്തെ മുഴുവൻ നടത്തുകയാണ്. അവൻ പ്രവചിച്ചിരിക്കുന്ന പോലെ തന്നെ സംഭവങ്ങൾ നടക്കുന്നു എന്ന് കാണാൻ സാധിക്കും. സാറ് നൽകുന്ന ഈ ക്രമീകൃതമായ പഠനത്തിൽ നിന്നും ചരിത്രത്തിന്റെ ചുക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ കൈകളിലാണെന്നാ പറയുന്നത് അല്ലേ? നാം കേട്ടിട്ടില്ലേ, ഹിസ്റ്ററി എന്നുള്ളതിന് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചരിത്രം അവന്റെ കഥയാണ്. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ. യെസ്, ഹിസ്റ്ററി ഈസ് ഹിസ് സ്റ്റോറി, അവന്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ. ഉണങ്ങിയ അത്തിവൃക്ഷമായി ഇസ്രായേലിന്റെ വേരുകൾ ചലിക്കുവാനും തളിർക്കുവാനും തുടങ്ങുവാൻ 1-2 ലോകമഹായുദ്ധങ്ങൾ കാരണമായത് എങ്ങനെ? ജോർഡാൻ രാജ്യത്തെപ്പറ്റി ബൈബിൾ. ബ്രിട്ടൻ യഹൂദരെ ഉപദ്രവിച്ചത്. അറബി ഇസ്രായേൽ യുദ്ധം. ഇസ്രായേലിനെ തുടച്ചുമാറ്റുവാൻ ഇനി ആർക്കും കഴിയില്ലെന്ന് ബൈബിൾ പ്രവചനം. ഞാൻ ഒരുപക്ഷെ ഇത് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. എന്നാൽ വേദപുസ്തക പ്രവചനങ്ങൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസുകളിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, സാർ ഇസ്രായേലിനോ അല്ലെങ്കിൽ പാലസ്തീനെയോ ഏതെങ്കിലും രോഗരാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടല്ല, ബൈബിൾ പ്രവചനങ്ങൾ അത് അതുപോലെ തന്നെ വിശദമാക്കുന്നു, പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഞാന് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയോ അവരെ എതിർക്കുകയോ ചെയ്യുകയല്ല. എന്നാൽ ലോകം യഥാർത്ഥമായ സത്യം മനസ്സിലാകണം. വേദപുസ്തക പ്രവചനങ്ങൾ നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ദൈവത്തിന്റെ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ്. മുമ്പ് കൂട്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അത് ആക്ഷരികമായി നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിപ്പാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ആവശ്യപ്പെടുകയാണ്. ഏഷ്യൻ കേൾവിക്കാർക്ക് സുപരിചിതനായ ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി, ബ്രദർ ജോൺ പി തോമസുമായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയുടെ പ്രക്ഷേപണ തുടർച്ച. ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മർക്കോസ് 11-ന്റെ 20-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ മലയാള ബൈബിളിൽ ഒരല്പം ഒരു പെശക് വന്നുപോയി ഭാഷാന്തരത്തിൽ. എന്റെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളും ഉണ്ട്. എന്നാൽ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. മർക്കോസ് 11:20. അതെ. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. വേരോടെ ഉണങ്ങിപ്പോയെന്ന് അവിടെ പറയുന്നത്. അതെ, അങ്ങനെയല്ല ഇംഗ്ലീഷ് ബൈബിളിൽ. ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാവോ? വായിക്കാം. Now in the morning as they passed by, they saw the fig tree dried up from the roots. Dried up from the roots. വേർ തൊട്ട് മുകളിലോട്ട് ഉണങ്ങിപ്പോയി. അതായത് മുകൾ ഭാഗം മാത്രം ഉണങ്ങിപ്പോയെന്നാ അല്ലേ? വേർ ഉണങ്ങിയിട്ടില്ല. അത് ശരി. ഭൂമിയിൽ ഒരു വൃക്ഷത്തിന്റെ മോൾവശം മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വൃക്ഷത്തിന്റെ അടിഭാഗം കാണുന്നില്ല. അപ്പൊ വൃക്ഷത്തിന്റെ മുകളിലുള്ള ആ വൃക്ഷം ഇല്ലാതെ പോയി, പക്ഷെ അതിന്റെ വേരുകൾ ഉണങ്ങിയില്ല. വേരുകൾ അവശേഷിക്കുകയാണ്. വേരുകൾ അവശേഷിക്കുക. ഈ വേരുകളോട് ബന്ധത്തിൽ ഒരു പ്രവചനം പറയുന്നുണ്ട്. യശയ്യാ 37:31. യഹൂദഗ്രഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഹലോ, ഒരു രക്ഷപ്പെട്ട ശേഷിപ്പ് വീണ്ടും അവരുടെ വേരുകൾ താഴോട്ട് പോകും. ഇത് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനമാണ്. വളരെ ആശ്ചര്യകരമായ ഒരു പ്രവചനമാണ്. അത് നമ്മൾ നോക്കിയൊക്കെ എന്താണ് ഈ വേരുകൾ? അത് മറ്റുള്ളവർക്ക് പ്രത്യക്ഷാൽ നോക്കിയാൽ മനസ്സിലാകില്ല. യഹൂദൻ അവസാനിച്ചു തീർന്നു എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ അവന്റെ വേരുകൾ കിടപ്പുണ്ട്. എന്താ ഈ വേരുകള്? അവരുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തങ്ങളാ. ദൈവം ഒരു നിത്യനിയമം ചെയ്തെന്നാണോ വായിച്ചത്? അതെ അതെ. ആ നിത്യനിയമം വചനത്തിൽ വായിക്കുന്നു. അവരുടെ പൂർവ്വപിതാക്കന്മാരോട് ദൈവം ചെയ്ത നിയമമാണ്. വേണേ ഒരു സങ്കീർത്തന ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അത് 3 പിതാക്കന്മാരോട് പറഞ്ഞ് നമുക്ക് ഒന്നിച്ചു വായിക്കാം. 105-ാം സങ്കീർത്തനത്തിന്റെ വളരെ രസകരമായിരിക്കുന്നു. 9-10 വാക്യം വായിച്ചാൽ അതൊരു നിത്യ നിയമമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. 105-ാം സങ്കീർത്തനം 9-10. അതെ. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനൊരു ചട്ടമായും ഇസ്രയേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. എന്താണെന്ന് അടുത്തായിട്ട് പറയും. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്നരുളി ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. കണ്ടോ, നിത്യനിയമമായി അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തു. കനാൻ ദേശം കൊടുക്കുമെന്ന് ഞാൻ നിത്യനിയമം ചെയ്തു. നിത്യനിയമം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമത്തിന് മാറ്റമില്ല. അത് ഭൂമിയിൽ അടിയിൽ കിടക്കുന്ന വേരുകൾ പോലെ മറ്റു മനുഷ്യൻ കാണുന്നില്ല. എന്നാൽ ഈ വേരുകൾ ചലിച്ചത് എപ്പോഴാണെന്ന് അറിയാമോ? അതെപ്പോഴാണ്? ലേവ്യർ 26:42 നോക്കി. അതും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. വേദപുസ്തകം 26:42 വായിച്ചു നോക്കി. ആ വേരുകൾ എപ്പോഴാ ചലിച്ചെന്ന് നോക്കി. 26:42. ഞാൻ യാക്കോബിനോടുള്ള എന്റെ നിയമം ഓർക്കും,
ഇസഹാക്കിനോട് എന്റെ നിയമവും അബ്രഹാമിനോടുള്ള എന്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. എന്താണ് ദൈവജനം എന്നുള്ള ചിന്തിച്ചു നോക്കി. ദൈവം ആ ദേശത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതെ അതെ. കഴിഞ്ഞ 2000 വർഷമായി ആ ദേശത്തെക്കുറിച്ച് ഓർത്തില്ല. അവരെ ന്യായവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതായത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനു ശേഷം. അതിന്റെ മുമ്പിലത്തെ വാക്യം വായിച്ചാൽ അറിയാം. 41 വാക്യം. ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ. കണ്ടോ, അവര് മാനസാന്തരപ്പെട്ടെന്ന് അവിടെ പറയുന്നില്ലേ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞ് അവരുടെ മഷിയെ അവർ ക്രൂശിച്ചു. അവരെ ലോകത്തിൽ ചിതറിച്ചു കളഞ്ഞു. അവരുടെ പൂർവ്വപിതാക്കന്മാർ ഈജിപ്തിൽ കിടന്നുകൊണ്ട് ശിക്ഷ ഫറവോന്റെ ചാറ്റയുടെ അടികളേറ്റ് കരഞ്ഞപ്പോൾ ബൈബിളിൽ പറയുന്നു, ഞാനത് കേട്ടു കേട്ടു കണ്ടു കണ്ടു. അതുപോലെ ലോകത്തിൽ ചിതറിക്കപ്പെട്ട യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു. ഹിറ്റ്ലർ തന്നെ ഏതാണ്ട് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി 2ാം ലോകയുദ്ധകാലം. അതെ അതെ, ചരിത്രത്തിൽ തങ്കലിപികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവരോട് ദൈവം ഞാൻ നിനക്ക് വിരോധമായി നടന്നു, അതിന് അല്പം മുമ്പ് പറയുന്നു ഞാൻ നിന്റെ പിറകെ വാളൂരി. അതെല്ലാം ചരിത്രത്തിൽ സംഭവിച്ചത് ബൈബിൾ പ്രവചനത്തിന്റെ നിവൃത്തി തന്നെ ആയിരുന്നല്ലേ. നോക്ക, ഇവരെ ചിതറിക്കുക മാത്രമല്ല ചെയ്തത്. നമ്മൾ ഓർക്കണം 26-ാം അധ്യായത്തിന്റെ ലേവ്യപുസ്തകമാണോ? അതെ, ലേവ്യപുസ്തകം 26-ാം അധ്യായത്തില് പറയുന്നുണ്ട്. അതിന് 33-ാം വാക്യം നോക്കിയ ദൈവം അവരെ ചിതറിക്കുക മാത്രമല്ല, അതിന് 33-ാം വാക്യം, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ചു, നിങ്ങളുടെ പിന്നാലെ വാളൂരും. കണ്ടോ, ദൈവം അവരുടെ പിറകെ വാളൂടൂരുക. ഇവരെന്തുകൊണ്ടാ പീഡിപ്പിക്കപ്പെട്ടെ? ദൈവം ഈ വാളൂരി ഉണ്ടാ ന്യായവിധിയായിരുന്നു. അവർ പീഡിപ്പിക്കപ്പെട്ടു. ചരിത്രം പറയുന്നു ഹിറ്റ്ലർ തന്നെ അവരെ ഏതാണ്ട് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു. അങ്ങനെ അവര് യാതൊരു ആശയില്ലാതെ അവരുടെ ഹൃദയം താണപ്പോഴാണ് ആ ദേശത്തെക്കുറിച്ച് ദൈവം ഓർത്തു. അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ദൈവം ഓർത്തു. ആ അത്തിവൃക്ഷത്തിന്റെ വേരുകൾ ചലിക്കാൻ തുടങ്ങി. 2 ലോകമഹായുദ്ധം അവർ മടങ്ങിയൊരുവനായിട്ട് ഇടയാക്കി മാറ്റി. അത് ശരി. ലോകമഹായുദ്ധം ഈ ഇസ്രയേൽ പിന്നെയും തളിർക്കുന്നതിനുള്ള ഒരു ദൈവത്തിന്റെ ഒരു പശ്ചാത്തല പ്രോഗ്രാം ആയിരുന്നു സാർ പറയുന്നല്ലേ. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം, ചരിത്രം ഒരിക്കലും അവിചാരിതമല്ല. ബൈബിൾ പ്രഖ്യാപിക്കുന്ന ആധ്യാത്മിക രക്ഷാമാർഗവും ചരിത്രത്തിൽ അടിത്തറയിട്ടതാണ്. അതുകൊണ്ട് ക്രൈസ്തവ ലോകം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക രക്ഷ ചരിത്രത്തിൽ അടിത്തറയിട്ട സംഭവത്തെ ആസ്പദമാക്കി നിലകൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും സവിശേഷമായി വിരാജിക്കുന്നു. ബൈബിൾ ഒരു ചരിത്രഗ്രന്ഥം കൂടെയാണെന്ന് പറയാം. ചരിത്രത്തിൽ അടിത്തറയിട്ട് ചരിത്രം ചമച്ച് ചരിത്രത്തിലൂടെ പുരോഗമിക്കുന്ന ചരിത്രം കണ്ട സമുജ്വല സാഹിത്യ വിശേഷമാണ് ബൈബിൾ എന്നുള്ളത് ലോകം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും ബൈബിൾ കൃത്യത പാലിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ആർക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സയൻസ് യുഗത്തിലെ യുവാക്കളായ നമുക്കും കൈകളിലെടുക്കുവാൻ, വായിക്കുവാൻ, ആധികാരികമായിട്ട് വിശ്വസിക്കുവാൻ, ദൈവത്തിന്റെ സമാധാന സന്ദേശം മനസ്സിലാക്കാൻ ഇത് നമുക്ക് പഠിക്കാം, ഇത് നമുക്ക് വായിക്കാം, തിരുവെഴുത്തിലേക്ക് തിരിയാം. തിരുവെഴുത്തിന് തെറ്റാവരമുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റിക്കൂടാത്ത ഒരു അധികാര സ്വരം, അധികാര സ്വഭാവം ബൈബിളിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ചരിത്രത്തെ നോക്കിയോ, എന്റെ കരം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് അടയാളമായി തരികയാണ്. ദൈവം മുമ്പ് കൂട്ടി പ്രവചനങ്ങളിലൂടെ രേഖപ്പെടുത്തി. നമ്മളിപ്പോൾ ഓർത്തതുപോലെ 2 ലോകമായുദ്ധമാണ് ഈ വേരുകൾ വീണ്ടും താഴോട്ട് ഇറങ്ങുവാൻ ഇടയാക്കിയത്. ഒരിക്കലും ഇവർക്ക് കൂടി വരാൻ സാധിക്കില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ബന്ധം വിട്ടുപോയി ഇവരെ ലോകത്തിന്റെ നാനാ കോണിൽ ഇവരെ ബന്ധം വിട്ട് യാതൊരു ഐക്യതയുമില്ല. ഇവർക്ക് ഐക്യതയില്ല, യാതൊരു ഐക്യതയില്ലാതെ കിടക്കുക. നമ്മൾ ഹോശേയ പ്രവചനം എടുത്താൽ വളരെ രസകരമായി അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 3-ാം അധ്യായം, ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തില് എത്രയോ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണെന്നറിയാമോ? അതിന്റെ 4-5 വാക്യം, ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. അതിന്റെ ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ ദൈവമായ ദാവീദിനെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവികാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവന്റെ നന്മയെങ്കിലേക്കും വരും. കണ്ടോ, ഈ വിധം ഇസ്രായേൽ ബഹുകാലം, ഫോർ മെനി ഡേയ്സ്, അനേക നാളുകൾ രാജാവില്ല, പ്രഭുവില്ല, വിതൗട്ട് എ കിങ് ആൻഡ് വിതൗട്ട് എ പ്രിൻസ്. ഭരിക്കുന്ന ഒരു ഭരണകൂടമില്ല, യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രഭുകുമാരനില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ സിവിൽ റിലീജിയസ് അഡ്മിനിസ്ട്രേഷൻ ഇല്ല. താഴോട്ട് വായിക്കുമ്പോൾ ഏഫോദില്ല എന്ന് പറഞ്ഞാൽ അവരുടെ പൗരോഹിത്യമില്ല. അവരിതൊന്നും ഇല്ലാതെ ലോകം മുഴുവൻ ചിതറിക്കിടക്കുക. ഈ വിധം അവർ ബഹുകാലം കിടന്നിട്ട് ഇവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന ഭാവി കാലത്ത്, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇൻ ദ ലേറ്റർ ഡേയ്സ് എന്ന ഇംഗ്ലീഷ് ബൈബിളിൽ അന്ത്യകാലത്ത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മടങ്ങി വരുന്നതിനുള്ള ബന്ധത്തിൽ
സംഭവിക്കും. എങ്ങനെയാണ്? അവർക്കിതൊക്കെ മടക്കി കിട്ടും. ഓഹോ, അത് ശരി. അവർ മടങ്ങി വരും, അവർക്ക് മടങ്ങി കിട്ടും. ഞാൻ വേറൊരു പ്രവചന ഭാഗം എടുത്ത് പറയണമെന്നുണ്ട്, എന്നാൽ പറയുന്നില്ല. വേണമെങ്കിൽ വായിച്ചാൽ അത് കുറച്ചുകൂടെ ഗ്രഹിക്കാം. വളരെ പരിചയമുള്ളതായാണ് ഞാൻ പറഞ്ഞുപോയി. എസെക്കിയേൽ പ്രവചനം 37 അധ്യായം എടുക്കുമ്പോൾ പ്രവാചകനെ ബന്ധം വിട്ടുപോയ അസ്ഥികളുടെ ഒരു അസ്ഥികൾ ചിതറിക്കിടക്കുന്ന ഒരു താഴ്വരയിൽ കൊണ്ടു നിർത്തി. സാറേ, ആ ഭാഗം ഒന്ന് വായിച്ചോട്ടെ. വേണമെങ്കിൽ എല്ലാം വായിക്കണ്ട, നമുക്ക് സമയത്തിന്റെ പരിധിയുള്ളതുകൊണ്ട്. എസെക്കിയേൽ പ്രവചനം 37 അധ്യായത്തിലെ അവിടെ നമ്മൾ നോക്കിയാട്ടെ, ആദ്യത്തെ 2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയുടെ ആത്മാവിൽ പിന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. ഈ അസ്ഥികൾ എന്താ? 11 വാക്യം ഒന്ന് നോക്കിയാട്ടെ. അതേ അധ്യായത്തിന്റെ 11 വാക്യം. ഈ അസ്ഥികൾ എന്താന്ന് നോക്കിയാട്ടെ. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. അപ്പൊ പ്രവാചകൻ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു, ഒരു അസ്ഥിയോട് ബന്ധം വിട്ട് ചെതറിപ്പോയി. യഹൂദൻ ചെതറിയതിനെ കുറിച്ചുള്ള വ്യക്തമായ പ്രവചനമായിരുന്നല്ലേ? പ്രവചനമാണ്. അവൻ എവിടാ കിടക്കുന്നത്? താഴ്വരയിൽ കിടക്കുക. അങ്ങനെയല്ലേ രേഖപ്പെടുത്തിയത്? താഴ്വരയിൽ കിടക്കുന്നു 1 വാക്യത്തിൽ. അതെ അതെ അതെ, താഴ്വരയിൽ. വേദപുസ്തകത്തിൽ താഴ്വര എന്തിനാ കാണിക്കുന്നതെന്ന് അറിയാമോ? ദുഃഖത്തെ കാണിക്കുന്ന കണ്ണുനീർ താഴ്വര, ആഘോർ താഴ്വര, മരണത്തിന്റെ കൂരിരുൾ താഴ്വര. ഈ താഴ്വരകൾ മരണത്തെയും കണ്ണുനീരിനെയും ബൈബിളിൽ കാണിക്കും. ഈ അസ്ഥികൾ ഒന്നിനോടൊന്ന് ബന്ധം വിട്ട്, മാത്രമല്ല ഇവിടെ രേഖപ്പെടുത്തി അത് എത്രയും ഉണങ്ങിപ്പോയി. അതെ, എത്രയും ഉണങ്ങിയെന്ന് പറഞ്ഞാൽ യാതൊരു ജീവനുമില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല, യാതൊരു വകയില്ല. ഞങ്ങളുടെ ആശ അറ്റുപോയി, ഞങ്ങൾക്കിനി യാതൊരു ആശയുമില്ല. അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന അവര്, ഞാൻ ഇവിടെ വച്ചൊരു സത്യം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. അതിന്റെ 10 ഇത് ഇസ്രായേൽ ഗൃഹമാണെന്ന് പറഞ്ഞു. എന്നാൽ അല്പം കഴിയുമ്പോൾ മറ്റൊരു സംഭവം നടക്കും. ആ സംഭവം നടന്നു കഴിഞ്ഞാൽ 10 വാക്യം നോക്കിയാട്ടെ, അവരെങ്ങനെയുള്ളവരായി നിൽക്കുമെന്ന് നോക്കിയാട്ടെ. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവരിൽ വന്നു പറഞ്ഞ ഇസ്രായേൽ അല്ലേ? ഇസ്രായേൽ വന്നു. അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ആണോ? ഓ, ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട ജനം ലോകത്തിലെ വലിയ സൈന്യമായി. അത് ശരിക്കും ഇസ്രായേലിന്റെ കാര്യത്തിൽ മാത്രം സംഭവിച്ചതാ അല്ലേ? അവരുടെ ചരിത്രത്തിൽ മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ 2000 വർഷമായി വിജയം എന്തെന്നുള്ളത് അവർ കണ്ടിട്ടില്ല. 48 അവരൊരു പുതിയ രാഷ്ട്രമായി തീർന്ന ശേഷം പരാജയം അവർ കണ്ടിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? ഒരിക്കൽ പോലും വിജയം കാണാതെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കിടന്ന ജനം, അവർ മടങ്ങി വന്ന ശേഷം അവർ ഒരിക്കൽ പോലും പരാജയം കണ്ടിട്ടില്ല. അവരെ ആക്രമിച്ചപ്പോഴൊക്കെ രാഷ്ട്രങ്ങൾ ഒന്നിച്ചാണ് ആക്രമിച്ചിട്ടുള്ളത്. അതെ അതെ അതെ, ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് അവർക്കെതിരെ, പ്രത്യേകിച്ച് അറബി രാഷ്ട്രങ്ങൾ അവരെ ആക്രമിച്ച സന്ദർഭങ്ങളിൽ 4 രാഷ്ട്രങ്ങളും 5 രാഷ്ട്രങ്ങളും 6 രാഷ്ട്രങ്ങളും ഒക്കെ ചേർന്നാണ് ആക്രമിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ അവർക്കെതിരായിട്ട് നിന്നു. പക്ഷെങ്കിൽ ഇവിടെ വായിക്കുന്നു, അവർ ജീവിച്ച ഏറ്റവും വലിയൊരു സൈന്യമായി മാറി. അത് അത്ഭുതകരമായൊരു കാര്യമാണ്. പീഡിപ്പിക്കപ്പെട്ട ജനം ലോകത്തിൽ, ചരിത്രത്തിൽ വലിയൊരു സൈന്യമായിട്ട് മാറും. എന്നാൽ ഇവിടെ നമ്മുടെ ചിന്താവിഷയം, ഈ ബന്ധം വിട്ട് കിടന്ന അസ്ഥികൾ ഒന്നിനോടൊന്ന് വന്ന് ചേർന്നിട്ട്, അതിന്റെ 7 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7 വാക്യം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. ഒന്ന് നോക്കുക, ഒരു രാഷ്ട്രത്തിന് രൂപം കൊള്ളുന്നതാണത്. ഓ, അത് അസ്ഥികളായിട്ട് ബന്ധം വിട്ട് കിടക്കുകയാണ്. നമ്മൾ ഹോശിയ 3 അധ്യായത്തിൽ വായിച്ചു, ഈ വിധം ഇസ്രായേൽ ബഹുകാലം ഇങ്ങനെ കിടക്കും, ചെതറിപ്പോയി. ഞാൻ നിന്നെ ലോകത്തിന്റെ ഒരു കോണിൽ നിന്ന് മറ്റേ അറ്റം വരെ ഞാൻ നിന്നെ ചിതറിക്കും. അങ്ങനെ ലോകം മുഴുവൻ ചിതറിയവർ കിടക്കുകയാണ്. എന്നാൽ ദൈവം കൽപ്പിക്കുന്നു മടങ്ങി വരാൻ. 2 ലോകമകായത്വം. ഇവിടെ നമ്മൾ വായിച്ചാൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അതെ അതെ, ഒരു കുലുക്കമുണ്ടായി. ദർ വാസ് എ ഷേക്കിംഗ് ആൻഡ് റാറ്റ്ലിംഗ്. ലോകം ഏറ്റവും വിറച്ച ശബ്ദമുഖരിതമായ യുദ്ധം 1ാം ലോകമയുദ്ധമാണ്. അതെ അതെ, ലോകമഹായുദ്ധം ലോക ജനത മൊത്തം വിറച്ചതായിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടായ യുദ്ധം 1ാം ലോകമയുദ്ധമാണ്. എന്താ കാരണമെന്നറിയാമോ? വെടിമരുന്നുകളും പീരങ്കികളും പൊട്ടിക്കുന്ന യുദ്ധമായിരുന്നു. ഓ, അത് ശരിയാ. വെടിമരുന്നുകൾ പൊട്ടിച്ച്, പീരങ്കികൾ പൊട്ടിച്ച് ഭയങ്കര ശബ്ദകോലാഹലത്തിൽ നടന്ന ഒരു യുദ്ധമാണ് 1ാം ലോകമയുദ്ധം. ഈ 1ാം ലോകമയുദ്ധം 1914 തൊട്ട് 18 വരെ 4 വർഷം നീണ്ടു നിന്നു. ഈ 4 വർഷം നീണ്ടു നിന്നപ്പോൾ യഹൂദരാഷ്ട്രം പിറന്നു വീഴുവാൻ മറ്റു ചില സംഭവങ്ങളുണ്ടായി. അതെന്തൊക്കെയായിരുന്നു? അതായത്, അന്നത്തെ ലോകരാഷ്ട്ര ജനതയുടെ മധ്യത്തിൽ ഔന്നത്യത്തിൽ നിൽക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. സൂര്യനസ്തമിക്കാത്ത നാടായ ബ്രിട്ടന്റെ എംപയർ. അന്ന് വെടിമരുന്നുകൾ കൊണ്ടാണ് മനുഷ്യൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് വെടിമരുന്ന് കിട്ടിയത് ചിലി എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്ത് നിന്ന്. ജർമ്മൻ കപ്പലുകൾ സമുദ്രതീരങ്ങൾ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വെടിമരുന്ന് കിട്ടാതായി. അന്ന് അവർ തോൽവിയുടെ വക്കിലോട്ട് നീങ്ങുമ്പോൾ
യഹൂദ പ്രജയായി അവിടുത്തെ ഒരു കെമിസ്റ്റ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, ഒരു പ്രൊഫസറായിരുന്ന ചിയാം വൈസ്മാൻ എന്ന് പറയുന്ന ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ വായുവിൽ നിന്ന് നൈട്രജൻ ഉപയോഗിച്ച് താൻ ഒരു പുതിയ വെടിമരുന്ന് കണ്ടുപിടിച്ചു. ഓഹോ. ആ വെടിമരുന്നിന്റെ പേരാണ് TNT, ട്രൈ നൈട്രോടൊളുവിൻ. നമ്മൾ ശ്വസിക്കുന്ന വായുവില് ഏതാണ്ട് 60% ഉപരി നൈട്രജൻ ആണെന്നാ പറയുന്നത്. ആ നൈട്രജനും ഒക്കെ എടുത്തുകൊണ്ട് താൻ ഒരു പുതിയ വെടിമരുന്നിന്റെ ഫോർമുല ഉണ്ടാക്കി. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുത്തപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം ഒന്നാം ലോകയുദ്ധത്തിൽ ജയിക്കുവാനിടയായി. അതാണ് അതിന്റെ രഹസ്യം. ചിയാം വൈസ്മാനെ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചിട്ട് തന്നെ ആദരിക്കാനായിട്ട് തന്നോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ എങ്ങനെ അങ്ങേ ആദരിക്കണം എന്ന് ചോദിക്കുമ്പോൾ ചിയാം വൈസ്മാൻ പറഞ്ഞ മറുപടി, there is only one thing I want, a nation homeland for my people. എനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട, എന്നെ ആദരിപ്പാൻ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ആദരിക്കുന്നെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം മതി, എന്റെ ജനത്തിന് ഒരു മാതൃരാജ്യം തരണം. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ ഈ വെടിമരുന്ന് കണ്ടുപിടിച്ചവിടെ യഹൂദനായിരുന്നല്ലേ? അദ്ദേഹം യഹൂദനാണ്, ചിയാം വൈസ്മാൻ. ഓ, അത് ശരി. അന്ന് 1917 ബ്രിട്ടീഷ് പാർലമെന്റിൽ അന്നത്തെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ബാൽഫോറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ലോക ചരിത്രത്തിൽ ബാൽഫോർ ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. ഞാനത് പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ആർതർ ബാൽഫോർഡ്, അദ്ദേഹം അന്നത്തെ ഫോറിൻ സെക്രട്ടറി. നോക്കുക, അന്ന് അവർ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യം പലസ്തീന്റെ മണ്ണിൽ യഹൂദന് ഒരു മാതൃരാജ്യമാകുവാൻ അനുകൂലിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതായിരുന്നു ആ പ്രഖ്യാപനം. നമ്മൾ ഓർക്കണം, ഞാൻ ദേശത്തെ ഓർക്കും. നമ്മൾ വായിച്ചു ലേവ്യർ 26 ദൈവം പറയുന്നത്, അവർ അവരുടെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ ഓർക്കും, പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം ഓർക്കും, ദേശത്തെ ഓർക്കും. നോക്കുക, ബ്രിട്ടനിൽ നടക്കുന്ന സംഭവങ്ങൾ അതിന് വഴിയൊരുക്കുകയാണ്. അതെ, ആ ചരിത്രം അതിന് വഴിയൊരുക്കി എന്നുള്ളത് ശരിയാണ്. യെസ്. അന്ന് ജനറൽ എഡ്വേർഡ് അലൻബി എന്ന് പറയുന്ന സൈന്യാധിപനെ ആ ഭാഗത്തെ സൈന്യത്തിന്റെ ചുമതല ബ്രിട്ടനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തോട് ഇവർ ആവശ്യപ്പെട്ടിരുന്നു, ബ്രിട്ടീഷ് ജനതയ്ക്ക് ഒരു ക്രിസ്മസ് പ്രസന്റായിട്ട് ഈ സ്ഥലം വേണം. അദ്ദേഹം ഒരു വെള്ള കുതിരപ്പുറത്ത് കയറുകയാണ്, മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. താൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അലൻബി വരുന്നു എന്ന ആർപ്പുവിളി തുർക്കി സൈന്യങ്ങളുടെ ഇടയിൽ കേൾക്കുകയുണ്ടായി. നാം ഒരു കാര്യം മറക്കരുത്, 400 വർഷമായി തുർക്കികളുടെ സാമ്രാജ്യം നിലനിൽക്കുകയാണ് അവിടെ. ഓട്ടമൻ എംപയർ 1517 തുടങ്ങി 1917 വരെ തുർക്കികളുടെ ഭരണം അവിടെ നടക്കുകയാണ്. തുർക്കികളുടെ ഓട്ടമൻ എംപയർ. ചരിത്രം അത് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അതായത് ഇന്നത്തെ ഇസ്രായേലിൽ അവരുടെ ഭരണം 400 വർഷമായിട്ട് നിലനിൽക്കുകയാണ്. അത് ശരിയാണ്, ഈ തുർക്കികളുടെ സാമ്രാജ്യം. പക്ഷെ തുർക്കികളുടെ മധ്യത്തിൽ ഒരു വലിയ ഇരച്ചിൽ കേട്ടു, അലൻബി വരുന്നു. ഒരു വെടി പോലും വെക്കാതെ അവർ കീഴടങ്ങി. അത്ഭുതമായിരിക്കുന്നു. യെസ്. അദ്ദേഹം വെള്ളക്കുതിരപ്പുറത്തുനിന്ന് നിലത്തിറങ്ങി, നടന്ന് അവിടെ കയറി ആ പട്ടണത്തിന്റെ താക്കോൽ മേടി. അങ്ങനെ ഒരു വെടി പോലും വെക്കാതെ യെരുശലേമിനെ മോചിപ്പിച്ച് 1917 ഡിസംബർ മാസം 11 ആ പട്ടണം കരസ്ഥമാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മള് അവിചാരിതമെന്നോ ഒക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് അവിചാരിതമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ഒന്നാം ലോകയുദ്ധം അവസാനിപ്പിക്കുന്ന ലോകരാജ്യങ്ങൾ ഒപ്പുവെക്കുന്ന അർമിസ്റ്റിക് എപ്പോഴാ ഒപ്പുവെച്ചെന്നറിയാമോ? ഇല്ല, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് ഞാൻ പറയാം. അതൊരു ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അതിന്റെ മലയാളം ഞാൻ പറയാം. ദ അസ്റ്റോണിഷിംഗ് ഫാക്ട് ഈസ് ദാറ്റ് ദ സൈനിങ് ഓഫ് ദ അർമിസ്റ്റിക് എൻഡിംഗ് World War I occurred on the 11th hour of the 11th day of the 11th month, just 11 months after General Allenby entered Jerusalem, 11th December 1970. അതിനകത്തൊരു 11th എന്നുള്ളത് ആവർത്തിച്ച് കേൾക്കുന്നുണ്ടല്ലോ. യെസ്. 11 മണി, 11ാം ദിവസം, 11ാം മാസം, 11 മാസം കഴിഞ്ഞ്, അതായത് ഡിസംബർ 11, 1917 അലൻബി പ്രവേശിച്ച അന്ന്, ആ കൃത്യസമയത്ത് ലോകരാഷ്ട്രങ്ങൾ ഒന്നാം ലോകയുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഒപ്പുവെച്ചു. അതെന്തുകൊണ്ടാണ് ഈ 11 എന്നുള്ളത് അവിടെ ആവർത്തിച്ചു വന്നത്? എനിക്ക് അതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. 11 മണി കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് 12 മണിയാണ്. മത്തായി 26:6 കർത്താവിന്റെ വാക്കുകളിൽ അർദ്ധരാത്രി മണവാളൻ വരുന്നു എന്നൊരാർപ്പുവിളി. ഒന്നാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ ലോകം അവസാന മണിക്കൂറിന് മുമ്പ് 11 മണി താണ്ടി. ഒരു നിർണായകമായ ഒരു സംഭവവും കാൽവയ്പുമായിരുന്നു അത്. അതെ, അതിന്റെ ഫലമായി തുർക്കികളുടെ കരത്തിൽ നിന്ന് യഹൂദന് കുടിയേറുവാൻ അനുവാദമില്ലാതിരുന്ന ഇസ്ലാമിക് തുർക്കികളുടെ ഭരണത്തിന്റെ കീഴിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അവിടെ അമർന്നപ്പോൾ യഹൂദൻ കുറേശ്ശെ കുടിയേറാൻ തുടങ്ങി. ആ മാതൃരാജ്യത്തിൽ അവർ കുടിയേറി. പക്ഷെങ്കിൽ യഹൂദൻ വീണ്ടും ബ്രിട്ടീഷുകാര് യഹൂദനെതിരായിട്ട് വാക്കുമാറുന്നു. വൈറ്റ് പേപ്പർ പ്രമാണങ്ങളൊക്കെ അവിടെ പാസാക്കി ഇവർക്ക് വേണ്ടി മോചിപ്പിച്ചെടുത്ത ഈ സ്ഥലം
അവരെന്ത് ചെയ്തെന്നറിയാമോ? അത് കീറിയെടുത്ത് അവര് ഹെസ്മാനൈറ്റ് കിങ്ഡം ഓഫ് ജോർഡാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കാനായിട്ട് കൊടുക്കുകയാണ്. ജോർദാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മൾ കേട്ടിട്ടുണ്ടോ? അതെ അതെ, ഇപ്പം നിലവിലിരിക്കുന്ന ജോർദാൻ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലായിരുന്നു. ജോർദാൻ എന്ന് പറയുന്ന രാജ്യം വാസ്തവത്തിൽ യഹൂദന് വേണ്ടി മോചിപ്പിച്ചെടുത്ത സ്ഥലം അവർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയതാണ്. ഒരു പ്രവചന ഭാഗം കേൾക്കണോ ആ രാഷ്ട്രത്തെക്കുറിച്ച്? ഒന്ന് കേൾക്കണോ? യെരമ്യാ പ്രവചനം 49 അധ്യായം ഞാൻ തന്നെ വായിക്കാൻ വേണമെങ്കിൽ. യെരമ്യാവ് 49 അമ്മോന്യരെ കുറിച്ചുള്ള പ്രവചനം. ജോർദാന്റെ തലസ്ഥാനത്തിന്റെ പേരെന്നാ? അമ്മാൻ. അവരെ കുറിച്ചുള്ള പ്രവചനം കേൾക്കണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേലിൽ പുത്രന്മാരില്ലയോ? അവൻ അവകാശമില്ലയോ? പിന്നെ മാൽക്കോവും ഗാദിനെ കൈവശമാക്കി അവന്റെ ജനം അതിലെ പട്ടണങ്ങളിൽ പാർക്കുന്നതെന്ത്? ആകയാൽ ഞാൻ അമ്മോന്യരുടെ രബ്ബയിൽ യുദ്ധത്തിന് ആർപ്പുളി കേൾപ്പിക്കുന്ന കാലം വരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ഇസ്രയേൽ തന്നെ കൈവശമാക്കിയവരെ കൈവശമാക്കും. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ട്. അവിടെ ഒരു സത്യം പറയുന്നു, എന്റെ ജനത്തിന്, അതായത് യഹൂദന്മാർക്ക് മക്കളില്ല, പിന്നെ എന്തിനാണ് ഇവരവിടെ പാർക്കുന്നത്? അവരതിനെ കൈവശപ്പെടുത്തും എന്ന് വചനത്തിൽ പറയും. എന്റെ വാക്കുകളല്ല, ബൈബിളിന്റെ പ്രവചനമാണ്. ഞാൻ ഒരുപക്ഷെ ഇത് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. എന്നാൽ വേദപുസ്തക പ്രവചനങ്ങൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസുകളിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, സാർ ഇസ്രായേലിനോ അല്ലെങ്കിൽ പാലസ്തീനെയോ ഏതെങ്കിലും രോഗരാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടല്ല, ബൈബിൾ പ്രവചനങ്ങൾ അത് അതുപോലെ തന്നെ വിശദമാക്കുന്നു, പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. അത്രയേ ഉള്ളൂ. ഞാന് അവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയോ അവരെ എതിർക്കുകയോ ചെയ്യുകയല്ല. എന്നാൽ ലോകം യഥാർത്ഥമായ സത്യം മനസ്സിലാകണം. വേദപുസ്തക പ്രവചനങ്ങൾ നമ്മൾ മുമ്പേ ഓർത്തതുപോലെ ദൈവത്തിന്റെ ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള ആലോചനയാണ്. മുമ്പ് കൂട്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അത് ആക്ഷരികമായി നമ്മുടെ കൺമുമ്പിൽ നിവർത്തിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിപ്പാനും മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ആവശ്യപ്പെടുകയാണ്. വലിയൊരു യുദ്ധമുണ്ടാകും, അന്ന് അവർ ഈ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ളതാണ് അവിടെ വായിക്കുക. എന്നാൽ ഇവിടെ 1-ാം ലോകയുദ്ധം കഴിഞ്ഞു. 2-ാം ലോകയുദ്ധം ബ്രിട്ടീഷുകാർ വാക്കുമാറും. ബ്രിട്ടീഷുകാർ ആദ്യം ഇവർക്ക് അനുകൂലമായിരുന്നവരാണ്. ഏതാണ്ട് 2-ൽ 2 കീറിയെടുത്ത് ജോർദാൻ എന്ന് പറയുന്ന രാഷ്ട്രമുണ്ടാക്കുകയും ബാക്കി ശേഷിക്കുന്നത് 1-ൽ 1 അവിടോട്ടാണ് ഇവർ കുറേശ്ശെ കുടിയേറുന്നത്. എന്നാൽ അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് ഈ പലസ്തീന്റെ മണ്ണ്. ബ്രിട്ടീഷുകാർ അറബികൾക്ക് അനുകൂലമായി, അറബികളും ബ്രിട്ടനും കുടിയേറുന്ന യഹൂദന്മാരെ കൊല്ലാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. വളരെ സങ്കടകരമെന്ന് മാത്രമല്ല, അവിടെ കുടിയേറിയവർ അനുഭവിച്ച ദുരിതങ്ങൾ ചരിത്രത്തിലെ കറുത്ത ലിപികൾ കൊണ്ട് എഴുതിയതാണ്. ഒരു വിധത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോൾ കപ്പലുകളിൽ അവിടെ നിന്ന് അവരുടെ മാതൃരാജ്യത്തെ നോക്കിക്കൊണ്ട് യാത്ര പുറപ്പെട്ട് തീരപ്രദേശത്ത് വന്നപ്പോൾ ബ്രിട്ടീഷുകാരെ കപ്പലുകൾ മുക്കിക്കളഞ്ഞു. വലിയ ഉപദ്രവം ബ്രിട്ടീഷുകാർ ചെയ്തു. ബ്രിട്ടൻ അവർക്കെതിരായി. അങ്ങനെ അവിടെ കുടിയേറിയ ഈ കുറച്ചു ജനം ബ്രിട്ടനോടും അതുപോലെ അറബികളോടും യുദ്ധം ചെയ്യേണ്ടിയായിട്ട് വന്നു. 2-ാം ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. 1939 തുടങ്ങി 45 വരെ 6 വർഷം നീണ്ടുനിന്ന യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ഏതാണ്ട് 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെടുകയാണ്. യൂറോപ്പിന്റെ പ്രദേശത്ത് കൊല്ലപ്പെട്ടു. എങ്കിലും ഈ 2-ാം ലോകയുദ്ധം അവസാനിച്ചപ്പോൾ ലോക ജനതയുടെ ഹൃദയം വാസ്തവത്തിൽ കണ്ണുനീരൊഴുക്കി. ഈ ഇത്രത്തോളം പീഡിപ്പിക്കപ്പെട്ട ഈ ജനത്തിന് ഒരു മാതൃരാജ്യം കൊടുക്കണമെന്ന് ലോക ജനതയ്ക്ക് തോന്നി. അങ്ങനെ UN എടുക്കുന്ന തീരുമാനമാണ് അവർക്കൊരു മാതൃരാജ്യം അവിടെ കൊടുക്കാൻ. ശേഷിക്കുന്ന 3-ൽ 1 3ആയിട്ട് കീറാൻ തീരുമാനിച്ചു. UN റെസൊല്യൂഷൻ 181, 1947 UN റെസൊല്യൂഷൻ 181. ശേഷിക്കുന്ന ഭാഗത്തെ 3ആയിട്ട് തിരിക്കുക. ഒരു ഭാഗം പലസ്തീന് രാഷ്ട്രമാക്കുവാൻ, ഒരു ഭാഗം യഹൂദന് രാഷ്ട്രമാക്കുക, യെരുശലേം ഒരു അന്തർദേശീയ കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവരിക. അതായിരുന്നു അവരുടെ തീരുമാനം. യഹൂദൻ ഉടനെ അംഗീകരിച്ചെങ്കിലും അറബികളും പലസ്തീനുകളും എതിർത്തു. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രയേൽ സ്വതന്ത്രമാകുന്നു. പക്ഷേ ഇസ്രയേൽ സ്വതന്ത്രമായ അടുത്ത ദിവസം ഏതാണ്ട് 15 ലക്ഷം അറബികൾ ആയുധങ്ങളായി വളയുകയാണ്. അപ്പോൾ യഹൂദന്മാർ വളരെ ചുരുങ്ങിയ ഒരു സംഖ്യയല്ലേ അവിടെ ഉള്ളൂ? വളരെ ചുരുങ്ങിയ സംഖ്യ. യുദ്ധം ചെയ്യാൻ പ്രാപ്തരായ പുരുഷന്മാർ ഏതാണ്ട് 30,000 ഉള്ളൂ. അവരുടെ സൈന്യം ഏതാണ്ട് 30,000 ഉള്ളൂ. ആ 30,000 സൈന്യത്തിനും വേണ്ടവണ്ണം ആയുധമില്ല. അറബികളുടെ നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഈ യഹൂദനെ തുടച്ചു മാറ്റിയ ശേഷം നിങ്ങളുടെ വീട്ടിൽ മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. അന്ന് വീട് വിട്ടിറങ്ങിയവരാണ് ഇന്നും വീട്ടിൽ കയറാതെ കിടക്കുന്ന പലസ്തീൻ അഭയാർത്ഥികൾ. അത് ശരി. പക്ഷെങ്കിൽ ആ യുദ്ധം ഏതാണ്ട് 8 മാസം നീണ്ടു നിന്നു. 9 മാസം നീണ്ടു. 5000 സ്ക്വയർ മൈൽ സ്ഥലം യഹൂദന് കൊടുത്തത് ആ യുദ്ധം അവസാനിക്കുമ്പോൾ 8000 സ്ക്വയർ മൈലായി. യഹൂദൻ എങ്ങനെയാണ് ആ യുദ്ധത്തിൽ എങ്ങനെ ജയിച്ചു എന്നുള്ളത് ലോക ജനതയ്ക്ക് ഇന്നും അത്ഭുതമാണ്. ബ്രിട്ടീഷ് സൈന്യാധിപനുമത്തും അവർ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തുടച്ചു മാറ്റപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ നമ്മൾ എസെക്കിയേലിൽ വായിച്ചില്ലേ, അവർ അസ്ഥിയോട് വന്ന് ചേർന്നാൽ അവരൊരു വലിയ സൈന്യമാകുമെന്ന് ദൈവം പറഞ്ഞത്. അതെ അതെ അതെ. അവർ പിന്നെ ഒരിക്കലും പരാജയം കണ്ടു. ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെ അല്ല ഈ അറബികളും ഇസ്രയേലും തമ്മിൽ യുദ്ധം ചെയ്യുന്നത്.
അത് അങ്ങനെ പറയാൻ കാരണം ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്താൽ ആരെങ്കിലും ജയിക്കും, ആരെങ്കിലും തോൽക്കും. എന്നാൽ അറബികളും ഇസ്രയേലുമായിട്ടുള്ള പരാജയത്തിൽ ഇസ്രയേൽ തോറ്റാൽ അവർ പിന്നെ യഹൂദനായിട്ട് ഭൂമിയിൽ കാണില്ല, അവരെയെല്ലാം കൊന്നുകളയും. അത് ശരിയാ. അതുകൊണ്ട് അവരൊരിക്കലും പരാജയം സമ്മതിക്കില്ല. പരാജയപ്പെട്ടാൽ പിന്നെ ആ രാഷ്ട്രം കാണില്ല, ആ രാഷ്ട്രത്തെ തുടച്ചു മാറ്റും. അവരുടെ പ്രഖ്യാപനങ്ങളൊക്കെ 67 അത് തന്നെയായിരുന്നു, അവരെ തുടച്ചു മാറ്റാമെന്നായിരുന്നു. എന്നാൽ അതിന് ദൈവം അനുവദിക്കത്തില്ല. ഇനിയും അവരെ ഒരിക്കലും പറിച്ചു കളയാൻ കഴിയില്ലെന്ന് പ്രവചനത്തിലുണ്ട്. അത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ആമോസിന്റെ പുസ്തകം അവസാനത്തെ അധ്യായം എന്നെടുത്ത് നോക്കി. ദൈവം അവരോട് പറയുന്നുണ്ട്, യാതൊരു കാരണവശാലും ആർക്കും അവരിനിയും പീഡിപ്പിക്കപ്പെടും, അവർ കുറെയൊക്കെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ പീഡയൊക്കെ അനുഭവിക്കും, എന്നാൽ അവരുടെ ദേശത്ത് നിന്ന് ഇനി ആർക്കും അവരെ തുടച്ചു കളയാൻ കഴിയില്ലെന്ന് ആമോസിന്റെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ, അതായത് അതിന്റെ 9-ാം അധ്യായം എന്ന് എടുത്തു നോക്കിയാട്ടെ. 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിച്ച് 14-ഉം 15-ഉം വായിച്ചു. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അത് വ്യക്തമാകും. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത്, ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. കണ്ടോ, ആര് നോക്കിയാലും അവരെ പറിക്കാൻ ഒക്കില്ല. അപ്പം ഈ പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. അവര് വളരെ ന്യൂനപക്ഷമായിട്ടും യുദ്ധോപകരണങ്ങളില്ലാഞ്ഞിട്ടും യുദ്ധതന്ത്രമില്ലാഞ്ഞിട്ടും ലക്ഷക്കണക്കിന് അനേക രാജ്യങ്ങൾ അറബികൾ അവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടും അവരെ ആ സ്ഥലത്ത് നിന്ന് പറിച്ചു കളയാൻ കഴിഞ്ഞില്ലെന്നുള്ളത് ഈ ബൈബിൾ പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നല്ലേ? ബൈബിൾ പ്രവചന നിവൃത്തിയാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നത്തെ ഡേറ്റ് നവംബർ 15, 2006 ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം മേടിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ന്യൂ ഗവൺമെന്റ് വോണ്ട് റെക്കഗ്നൈസ് ഇസ്രയേൽ ഹമാസ്, അതായത് പലസ്തീനിൽ ഉണ്ടാക്കുന്ന പുതിയ രാഷ്ട്രം അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു പലസ്തീനും ഇസ്രയേലും രാഷ്ട്രങ്ങളായിട്ട് സ്ഥാപിച്ചുകൊണ്ട് അവരെ 2 രാഷ്ട്രങ്ങളോടെ നിലനിൽക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതാണ്, വി റിജക്ട് ദ 2-state solution which is the vision of US President George Bush because it represents a clear recognition of Israel. ഞങ്ങള് US പ്രസിഡന്റ് ജോർജ് ബുഷ് പറഞ്ഞ 2 രാഷ്ട്രങ്ങളുടെ ദർശനം ഞങ്ങൾ പാടെ തിരസ്കരിക്കുന്നു, കാരണം അത് ഇസ്രയേലിനെ അംഗീകരിക്കുന്ന കാര്യമായതുകൊണ്ട്. അപ്പോ ഇതിൽ നിന്നും ഇപ്പോഴും ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്നാണ് അവർ പറയുന്നത്. ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ വായിച്ചില്ലേ, അവരെ തുടച്ചു കളയണം, ഭൂമുഖത്തൊന്നും ഇല്ലായ്മ ചെയ്യണം, അവരെ പറിച്ച് യൂറോപ്പിൽ നടണം. ആ വാർത്തയാണ് ആവർത്തിച്ചു വരുന്നത്. എന്നാൽ ദൈവം പറയുന്നു ഇനി അവരെ ആർക്കും പറിച്ചു കളയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ സാറേ, ഈ ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് ഇപ്പോൾ ഭൂമുഖത്ത് ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നു. അവരെ ഇനി പറിച്ചു കളയാൻ സാധിക്കുകയില്ലെന്നും അവരെ ഒരു അത്തി എന്നുള്ള ഉപമയോട് ചേർന്ന് ഇസ്രായേലിനെ കർത്താവായ യേശുക്രിസ്തു ചിത്രീകരിച്ചതും ഇന്ന് അക്ഷരീകമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലേ? അതെ, നമ്മള് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. AD 70 അവരുടെ ജെറുസലേം നശിപ്പിക്കപ്പെട്ടു, ദേവാലയത്തിന്റെ ചുറ്റുപാട് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ഏതാണ്ട് AD 132 ആയപ്പോൾ ഹീഡ്രൻ രാജാവിന്റെ നേതൃത്വത്തിൽ അവരെ പൂർണ്ണമായി ആ രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ലാതെ. ദൈവം അത് മുമ്പേ പറഞ്ഞിരുന്നു, നിന്നെ പറിച്ചു കളയുമെന്ന്. അങ്ങനെ ഹോശയ്യാവില് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച പോലെ ഈ വിധം ഇസ്രായേൽ ബഹുകാലം രാജാവില്ലാതെ പ്രഭുവില്ലാതെ നടക്കുമെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയ പോലെ ഭൂമിയുടെ 4 കോണിൽ നിന്നെ ചിതറിച്ചു കളയുമെന്നും പറഞ്ഞു. എന്നാൽ വീണ്ടും അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ നമ്മൾ ചരിത്രം വീണ്ടും അപഗ്രഥിച്ചാൽ അവരൊരു രാഷ്ട്രത്തിനു വേണ്ടി സയോണിസ്റ്റ് മൂവ്മെന്റുകാർ ആഗ്രഹിച്ചപ്പോൾ തുർക്കിയിലെ രാജാവ് മെസ്സപ്പൊത്തോമിയ, ഇന്ന് ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാതൃരാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. അവരത് തിരസ്കരിച്ചു. അതുപോലെ ബ്രിട്ടീഷുകാര് ഉഗാണ്ടയിൽ ഒരു മാതൃരാജ്യം യഹൂദന് കൊടുക്കാമെന്ന് പറഞ്ഞു, അതും തിരസ്കരിച്ചു. എന്നാൽ നമ്മൾ ആമോസിൽ വായിക്കുകയുണ്ടായി, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ ഞാൻ നിങ്ങളെ നടുവെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. അതായത് ഇന്ന് ഇസ്രായേൽ രാഷ്ട്രമായിട്ട് രൂപപ്പെട്ട് നിൽക്കുന്ന ആ സ്ഥലം കൊടുക്കുമെന്നാ പറഞ്ഞല്ലേ? അതാണല്ലോ നമ്മൾ വായിച്ചില്ലേ, അബ്രഹാമിനോട് പറഞ്ഞു ഇത് നിത്യനിയമമായി ഞാൻ നൽകിയിരിക്കുകയാണ്, ഞാന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർക്കുമെന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതാണ്ട് 1880 അതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത് പലസ്തീൻ മണ്ണ് മുഴുവൻ അരിച്ചു നോക്കിയാൽ ഒരു 12,000 യഹൂദനിൽ കൂടുതൽ അവിടെ ഇല്ലായിരുന്നെന്ന്. 1880 1882 ഏതാണ്ട് 24,000 ആയി മാറി. ഈ 1882 24,000 ആയി. എന്നാൽ സയോണിസ്റ്റ് മൂവ്മെന്റ്
ഒന്നാം ലോകയുദ്ധകാലത്ത് വന്നതിന്റെ ഫലമായി ആ കാലഘട്ടത്തിൽ ഉടലെടുത്ത 1897 സയനിസ്റ്റ് മൂവ്മെന്റ്, അതായത് സിയോനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ അങ്കുരിപ്പിച്ച, മടങ്ങിപ്പോകാമെന്നൊരു വലിയ വാഞ്ച അവരിൽ ഉളവാക്കിയത് 1897 സയനിസ്റ്റ് മൂവ്മെന്റുകാരാണ്, തിയോഡോർ ഹെർസലും മറ്റും. അതിന്റെ ഫലമായി ഒന്നാം ലോകയുദ്ധം കാലത്ത് ഏതാണ്ട് 85,000 പേർ അവിടെ കുടിയേറി. രണ്ടാം ലോകയുദ്ധകാലം ആയപ്പോഴത്തേക്ക് ഏതാണ്ട് 6 ലക്ഷം ആളുകൾ കുടിയേറി. 1947 6,25,000 ആളുകൾ അവിടെ കുടിയേറി. അവര് സ്വതന്ത്രമാകുമ്പോൾ ഏതാണ്ട് 6.25 ലക്ഷം ജനങ്ങളെ ഉള്ളൂ. ഇന്ന് അവിടെ ഏതാണ്ട് 52 ലക്ഷം യഹൂദന്മാരുണ്ട്. അരക്കോടിയിലധികം അവിടെ കുടിയേറി കഴിഞ്ഞു. നമ്മൾ ഓർക്കണം, 1880 അവിടെ ഏതാണ്ട് 12,000 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അവരെ മടക്കി കൊണ്ടുവരാനായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി. ദൈവം പറയുന്നു, രസകരമായ ഒരു പ്രവചനമുണ്ട്, ഞാന് മീൻപിടുത്തക്കാരെയും അതുപോലെ ഞാന് വേട്ടക്കാരെയും അയക്കുമെന്ന് പറഞ്ഞു. നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 1-2 ലോകയുദ്ധ കാലത്തുള്ള ബന്ധത്തിൽ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യെരമ്യാ പ്രവചനം നമ്മൾ എടുത്താൽ ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരുന്ന രീതികളെ കുറിച്ചാണോ ഇപ്പോൾ പറയുന്നത്? ദൈവത്തിന്റെ പ്രോസസ്സിനുള്ള ബന്ധത്തിൽ അവരിന്നൊരു രാഷ്ട്രമാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ രാഷ്ട്രമായതിനുള്ള ബന്ധത്തിൽ അവരെ എങ്ങനെ രാഷ്ട്രമാക്കും? നാം ഓർക്കുക, ആരുമില്ലാതിരുന്ന ഒരു ദേശത്തിൽ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. യെരമ്യാ പ്രവചനം 16 അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യം. ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. അടുത്തത്, ഇതാ ഞാൻ അനേകം മീൻപിടിക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കും. അതിന്റെ ശേഷം ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ അവരെ എല്ലാ മലയിൽ നിന്നും എല്ലാ കുന്നിൽ നിന്നും പാറപ്പിളർപ്പുകളിൽ നിന്നും നായാടി പിടിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താ ദൈവം ഈ പറയുന്നത്? ഞാൻ മീൻപിടുത്തക്കാരെ കൊണ്ടുവരും, പിന്നെ നായാട്ടുകാരെ കൊണ്ടുവരും. അതെ, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുന്നത് അവരുടെ മാതൃരാജ്യത്തിൽ നോക്കുക. അതിന്റെ 15ാം വാക്യത്തിന്റെ അവസാനത്തിൽ, ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും. പക്ഷെ അതിന് ദൈവം ആദ്യം ഉപയോഗിക്കുന്നത് മീൻപിടുത്തക്കാരാ, പിന്നീട് ഉപയോഗിക്കുന്നത് വേട്ടക്കാരാ. ഇത് മനസ്സിലാകുന്നില്ലല്ലോ വളരെ വ്യക്തമായിട്ട്. ഇല്ല, ആദ്യം മീൻപിടുത്തക്കാരെ കൊണ്ടുവരും, ഇവിടെ രേഖപ്പെടുത്തി. അതിന്റെ ശേഷം നായാട്ടുകാരെ കൊണ്ടുവരും. ഒന്നാം ലോകയുദ്ധം നടക്കുമ്പോൾ യഹൂദന്മാരെവിടെയാണ്? ലോക ജനതയുടെ മധ്യത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, ഓരോ രാഷ്ട്രങ്ങളിലാണ്. വെളിപാട് പുസ്തകം 17ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളുമാണ്. ലോക ജനതയിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ യഹൂദന്മാർ. അതെ അതെ. ഇതിന്റെ മധ്യത്തിൽ നിന്ന് ഒരു മീൻപിടുത്തക്കാരൻ ചെന്ന് ചൂണ്ടലിട്ട് പിടിക്കുന്ന ഇവരെ കുറേശ്ശെ കൊണ്ടുവരാൻ തുടങ്ങി. ഓ, അത് ശരി. ഓരോരുത്തരെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ ആദ്യം കുടിയേറുന്നത്. ആദ്യം വളരെ ചെറിയ അളവിലാണ്, എണ്ണമാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, 1914 തൊട്ട് 18 വരെ ഒന്നാം ലോകയുദ്ധം. അതെ. ഈ 14 85,000 പേരെ ഉള്ളൂ. പരിപാലകൻ അവനുറങ്ങുന്നില്ല, തെല്ലും മയങ്ങുന്നില്ല. യഹോവയൻ പരിപാലകൻ അവനുറങ്ങുന്നില്ല, തെല്ലും മയങ്ങുന്നില്ല. യേശുവിനെ സ്നേഹിത, നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ അവിടുത്തെ ക്രൂശിക്കുമോ? നിങ്ങൾ അവിടുത്തെ തള്ളിക്കളയുമോ? നിങ്ങൾ അവിടുത്തെ അന്യരോട് ചേർന്ന് നിന്ന് പരിഹസിക്കുമോ? അതോ രാജാവായി, ദൈവമായി, രക്ഷകനായി, സ്നേഹ സാമ്രാജ്യ സ്ഥാപകനായി അംഗീകരിക്കുമോ? തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ, പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ, കൂട്ടം മറന്നെത്തും ഞാൻ നിന്റെ ചാരെ, സ്നേഹം പകർന്നെന്റെ സൗഖ്യം തരാൻ, മാറിൽ ചേർന്നെന്റെ സ്വന്തമാക്കാൻ. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്നു മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ? കർത്താവേ, അങ്ങയുടെ മരണം എന്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു.
ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്നേഹം എത്ര ശ്രേഷ്ഠം, എത്ര ധന്യം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. PEACETRACT peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.